യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. മാർത്തയുടെയും അവളുടെ സഹോദരിയായ മറിയയുടെയും ഗ്രാമമായ ബെഥാനിയിൽ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ലാസർ യേശുവിൻ്റെ സ്നേഹിതനായിരുന്നു. അപ്പോൾ ഓർക്കണം, യേശുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് ബെഥാനിയയിലെ ഈ ഭവനം. ആ ഒറ്റ കാരണം കൊണ്ട് ആ വീട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി. സഹോദരങ്ങളെ, യേശുവിനെ നമുക്ക് കർത്താവായി കാണാൻ കഴിയുന്നുണ്ട്. യേശുവിനെ നമുക്ക് രക്ഷകനായി കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിനെ നമ്മൾ പാപവിമോചകനായും ശാപവിമോചകനായും നിത്യജീവൻ തരുന്നവനായും ഒക്കെ നാം കാണുന്നു. നമ്മുടെ നല്ല പിതാവായി നാം കാണുന്നു, നമ്മുടെ നല്ല സഖിയായി നാം കാണുന്നു. എന്നാൽ യേശുവിനെ ഒരു നല്ല സ്നേഹിതനായി നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ഫ്രണ്ട്? യേശു എൻ്റെ നല്ലൊരു സുഹൃത്താണ്. വിശ്വാസികളുടെ പിതാവായിരുന്ന അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അപ്പുറമായൊരു സ്നേഹം ഈ ലോകത്തിലില്ല എന്ന് യേശു പറഞ്ഞു. അപ്പോൾ നമ്മളെ കർത്താവ് നല്ല സ്നേഹിതരായി കണ്ട് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. എന്താണ് ഒരു ഫ്രണ്ടിൻ്റെ, ഒരു സ്നേഹിതൻ്റെ പ്രത്യേകത? ഒരു നല്ല സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് നമുക്കെല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റും. അപ്പനോട് പറയാത്തത്, അമ്മയോട് പറയാത്തത്, അനുജനോട് പറയാത്തത്, ജ്യേഷ്ഠനോട് പറയാത്തത് നമ്മുടെ നല്ലൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ ആ കൂട്ടുകാരനോട് പറയും, അല്ലെ ആ കൂട്ടുകാരിയോട് പറയും. ഇന്നത്തെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും അല്ലെങ്കിൽ ഇന്നത്തെ സ്നേഹിതരൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ആരെയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലമാണ്. ഒരു രഹസ്യം ഒരാളോട് പോയി പറഞ്ഞാൽ അത് പിന്നെ പരസ്യമായ രഹസ്യമാവും. എന്നാൽ നമുക്ക് തുറന്നു പറയാൻ കൊള്ളാവുന്ന, നമ്മളെ ചതിക്കാത്ത നല്ലൊരു ഫ്രണ്ടുണ്ട്, നല്ലൊരു സ്നേഹിതനുണ്ട്. അത് കർത്താവായ യേശുവാണ്. നിങ്ങൾ അവൻ്റെ സന്നിധിയിലേക്കൊന്ന് ചെന്നിട്ട് മനസ്സ് തുറന്ന് കർത്താവിനോട് വർത്തമാനം പറയാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ സ്നേഹിതനെ, എൻ്റെ പ്രിയനായവനെ, എനിക്ക് ഇന്ന പ്രയാസമുണ്ട്, ഞാൻ ഇന്ന വിഷയത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹിതന് മറ്റൊരു നന്മയും കൂടെയുണ്ട്. ആ സ്നേഹിതന്, യേശു ആകുന്ന സ്നേഹിതന് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. എല്ലാ സ്നേഹിതന്മാർക്കും പ്രശ്നങ്ങളെ പരിഹരിക്കാനൊക്കത്തില്ല. പ്രശ്നങ്ങളെ കേൾക്കാൻ പറ്റുമായിരിക്കും, പ്രശ്നങ്ങളെ കേൾക്കുമായിരിക്കും. എന്നാൽ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനൊക്കത്തില്ല. ചില ഫ്രണ്ട്സ് തന്നെ നമുക്കൊരു പ്രശ്നമാകും. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, യേശു എന്ന സ്നേഹിതൻ്റെ പ്രത്യേകത, അവൻ്റെ അടുക്കൽ നിങ്ങൾ പറഞ്ഞാൽ ആ വിഷയത്തെ അവൻ മനസ്സിലാക്കും. ഈസ് അണ്ടർസ്റ്റാൻഡിങ്. അവൻ നമ്മളെ മനസ്സിലാക്കും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. അപ്പൻ നമ്മളെ മനസ്സിലാക്കുന്നില്ല, അമ്മ മനസ്സിലാക്കുന്നില്ല. ചിലർ പറയുന്നത് എൻ്റെ ഭാര്യ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഭർത്താവ് പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ജന്മം കൊടുത്ത എൻ്റെ പിള്ളേർ പോലും, എൻ്റെ കുഞ്ഞുങ്ങൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അനുഭവിച്ച നന്മകൾ അനുഭവിച്ച എൻ്റെ ജോലിക്കാരെന്നെ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ പരാതി. എന്നാൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു യേശു നമുക്കുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വേദന അവനറിയാം, നിങ്ങളുടെ പ്രയാസം അവനറിയാം, നിങ്ങളുടെ സാഹചര്യങ്ങൾ അവനറിയാം, നിങ്ങളുടെ മനസ്സിരുന്ന് വിങ്ങുന്നത് കർത്താവിനറിയാം. എന്തിനാ ഏറെ പറയുന്നേ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ യേശു പറയുന്നു, അവൻ നിങ്ങളുടെ തലയിലെ മുടികൾ വരെ എണ്ണിയിരിക്കുന്നു, അതിലെ ഒന്ന് താഴെ വീഴുന്നതും അവൻ അറിയുന്നു. നമ്മുടെ തലയിലെ മുടി പൊഴിഞ്ഞു പോകുന്നത് നമ്മൾ പലപ്പോഴും എണ്ണാറില്ല, നമുക്കറിയത്തില്ല. പക്ഷെ അതുപോലും കർത്താവ് കൗണ്ട് ചെയ്യുന്നുണ്ട്. അത്രത്തോളം എന്ന് പറഞ്ഞാൽ മുടി എണ്ണുന്നുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. അത്ര മാത്രം ദൈവം നമ്മളെ അറിയുന്നുണ്ട്. ദാനിയേൽ 2:28 എഴുതിയിട്ടുണ്ട്, രഹസ്യങ്ങളെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനോടത്രേ എനിക്കും നിങ്ങൾക്കും കാര്യമുള്ളത്. ഇരുട്ടത്ത് പറഞ്ഞതിനെ വെളിച്ചത്തിൽ കൊണ്ടുവരുന്ന, അറയിൽ പറഞ്ഞതിനെ പുരമുകളിൽ ഘോഷിക്കുന്ന, സകലത്തെയും അറിയുന്ന, കാണുന്ന, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ജീവനുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ ഓർക്കുക,
യേശു നമ്മുടെ നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു സ്നേഹിതനാണ്.